നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും പിഴയും ചുമത്തി അമേരിക്ക. മറ്റന്നാൾ നിലവിൽ വരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. നീക്കം വിലയിരുത്തി കേന്ദ്രം. ഇന്ത്യ പാക് വെടിനിർത്തലിൽ മധ്യസ്ഥത വഹിച്ചെന്ന ട്രംപിന്റെ വാദം വീണ്ടും തള്ളി ഇന്ത്യ. ഏപ്രിൽ 22 മുതൽ 16 വരെ മോദിയും ട്രംപും സംസാരിച്ചിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യസഭയിൽ പ്രധാനമന്ത്രി വിശദീകരണം നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. Nine, 8, 7, 6, 5, 4, 3, 2, 1, 0. All L40 engines generating nominal thrust. S139 motor ignited. 5 seconds. ISRO നാസ സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നൈസർ ഭ്രമണപഥത്തിൽ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചത് GSLV F-16 റോക്കറ്റിൽ. ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുക ദൗത്യം. നൈസർ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ സെഷൻസ് കോടതി. ജാമ്യത്തെ എതിർത്ത് സർക്കാർ. ഹർജി ബിലാസ്പൂരിലെ NIA കോടതിയിലേക്ക്. അറസ്റ്റിൽ പ്രതിഷേധം ശക്തം. പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം. രാജ്ഭവനിലേക്ക് ക്രൈസ്തവ സഭകളുടെ മാർച്ച്. ഉരുൾക്കവർന്ന നോവോർമ്മയ്ക്ക് ഒരാണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് പുത്തുമലയിലെ സ്മൃതി കൂടാരത്തിൽ പുഷ്പാർച്ചന നടത്തി ഉറ്റവർ. സർവമത പ്രാർത്ഥന നടന്നു. പുനരധിവാസ പട്ടികയിലേക്ക് 49 പേരെ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ. ലെജൻഡ്സ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ പാകിസ്ഥാനെതിരായ സെമി മത്സരത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറി. 2020 ബാറ്റർമാരുടെ ICC റാങ്കിങ്ങിൽ ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ ഒന്നാമത്. നേട്ടം ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡിനെ പിന്തള്ളി. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റ് നാളെ മുതൽ ഓവലിൽ. ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 25% തീരുവയും അധിക പിഴയും ചുമത്തുമെന്നും പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓഗസ്റ്റ് 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും US-ഉമായുള്ള വ്യാപാര തടസ്സങ്ങളുമാണ് പുതിയ നീക്കത്തിന് പിന്നിലെ കാരണങ്ങളായി ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യ-US വ്യാപാര കരാറിന് ഉടൻ അന്തിമ രൂപമാകാത്ത പക്ഷം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ 25% വരെ നികുതി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു. ഇന്ത്യ സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ പോസ്റ്റ് തുടങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവകളും മറ്റേതു രാജ്യത്തെക്കാളും കഠിനവും അരോചകവുമായ വ്യാപാര തടസ്സങ്ങളാണ് ഇന്ത്യയിലെന്നും ഡൊണാൾഡ് ട്രംപ് വിമർശിക്കുന്നു. ഇതിനാൽ ഇന്ത്യയുമായി താരതമ്യേന കുറഞ്ഞ വ്യാപാരമേ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടത്തിയിട്ടുള്ളൂവെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ സൈനിക ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത്. മാത്രമല്ല റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതെന്നും ട്രംപ് ആരോപിക്കുന്നു. ഇതൊന്നും ശരിയല്ല എന്നും അതിനാൽ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ ഇന്ത്യ 25% താരിഫും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പിഴയും നൽകേണ്ടി വരുമെന്നും ട്രംപിന്റെ പോസ്റ്റിൽ പറയുന്നു. ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അവസരം ലഭ്യമാക്കുവാനുള്ള ശ്രമമാണ് ട്രംപിനുള്ളത്. മറ്റ് വ്യാപാര കരാറുകളുടെ സമയത്തും സമാനമായ നിലപാടായിരുന്നു ട്രംപ് സ്വീകരിച്ചിരുന്നത്. ഇന്ത്യ-US വ്യാപാര കരാറിന്മേൽ ചർച്ച ആരംഭിച്ചിട്ട് മാസങ്ങളായിട്ടും ഇനിയും അന്തിമ രൂപങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ട്രംപ് നിലപാട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്ന വാദം വീണ്ടും തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഏപ്രിൽ 22 മുതൽ ജൂൺ 16 വരെ പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു ഫോൺ കോളും നടന്നിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പോരാട്ടം നിർത്തണമെങ്കിൽ പാകിസ്ഥാന്റെ DGMO അഭ്യർത്ഥിക്കണമെന്ന് ഇന്ത്യ നിലപാടെടുത്തിരുന്നുവെന്നും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള രാജ്യസഭാ ചർച്ചയ്ക്കിടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു. The response we gave to anybody who spoke to us was that the Pakistani side has to make a request, and that request has to come through the DGM. No, wait, no, I'll tell you.
ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പ്രധാനമന്ത്രി മറുപടി നൽകാൻ എത്താത്തതിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. മോദി മറുപടി നൽകാതെ ഒളിച്ചോടിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഭീകരരെ ഇത്രയും കാലം സംരക്ഷിച്ചവർക്ക് മറുപടി കേൾക്കാൻ താൽപര്യം കാണില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ലഷ്കർ ഇ തോയ്ബയുടെ ഇടപെടൽ വ്യക്തമായിരുന്നു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ വധിച്ചു. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധം പഹൽഗാമിൽ ആക്രമണം നടത്താൻ ഉപയോഗിച്ചതാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ ആക്രമണം ശക്തമായതോടെ പാകിസ്ഥാൻ DGMO വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചുവെന്നും ഒരു സമ്മർദ്ദവും ഉണ്ടായില്ലെന്നും അമിത്ഷാ പറഞ്ഞു. സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കുന്നത് പരിഗണനയിലില്ലെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ISRO നാസ സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നൈസർ വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 5:40 വിക്ഷേപണം. ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് നൈസറിന്റെ പ്രധാന ദൗത്യം. 5, 4, 3, 2, 1, 0. All L40 engines generating nominal thrust. S139 motor ignited. 5 seconds. ISROയുടെ GSLV F-16 റോക്കറ്റാണ് നൈസറുമായി കുതിച്ചുയർന്നത്. ഉപഗ്രഹം 12 ദിവസത്തെ ഇടവേളകളിൽ ഭൗമോപരിതലത്തിലെ വിവരങ്ങൾ കൈമാറും. എല്ലാ കാലാവസ്ഥയിലും രാത്രി പകൽ വ്യത്യാസമില്ലാതെ വിവരങ്ങൾ ശേഖരിക്കാൻ നൈസറിന് കഴിയും. ഒരു ഭൂപ്രദേശത്തിന്റെ 1 സെന്റിമീറ്ററോളം വലിപ്പമുള്ള ദൃശ്യങ്ങൾ പോലും സൂക്ഷ്മതയോടെ പകർത്തും. മഞ്ഞുരുകൽ, കാട്ടുതീ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങി ഭൗമോപരിതലത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനും റഡാറിന് കഴിയും. പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും പുറമെ കൃഷി, കാലാവസ്ഥാ വ്യതിയാനം, മണ്ണിന്റെ ഈർപ്പം കൃത്യമായി കണക്കാക്കൽ എന്നിവയ്ക്കുള്ള ഡാറ്റ അയക്കാനും ഇത് സഹായകമാകും. ഇരട്ട ഫ്രീക്വൻസിയിലുള്ള സിന്തറ്റിക് എപ്പർച്ചർ റഡാറിലൂടെ ഭൂമിയെ നിരീക്ഷിച്ച് ചിത്രങ്ങൾ പകർത്തുന്ന ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണിത്. നാസയുടെ ദീർഘതരംഗ ദൈർഘ്യമുള്ള റഡാറും ISROയുടെ ഹ്രസ്വതരംഗ ദൈർഘ്യമുള്ള റഡാറും ചേർന്നതാണിത്. 2392 കിലോഗ്രാം ഭാരമുള്ള നൈസർ ഏറ്റവും ചെലവേറിയ എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റാണ്. ISROയും US-ലെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയും സംയുക്തമായാണ് ഉപഗ്രഹത്തിന്റെ പേലോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിച്ചില്ല. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ കേസ് പരിഗണിക്കാൻ അധികാരമില്ലെന്ന് കോടതി അറിയിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പാർലമെന്റിനകത്തും പുറത്തും ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതിരുന്ന ഛത്തീസ്ഗഡ് സെഷൻസ് കോടതി അപേക്ഷ ബിലാസ്പൂർ NIA കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ കേസ് പരിഗണിക്കേണ്ടത് NIA കോടതിയാണെന്ന് പോലീസ് വാദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യ ഹർജി പരിഗണിക്കാൻ അധികാരമില്ലെന്നും ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനും കോടതി ഹർജിക്കാരോട് ആവശ്യപ്പെട്ടത്. മനുഷ്യക്കടത്ത് കുറ്റം ആരോപിക്കപ്പെട്ടതിനാൽ കേസ് ബിലാസ്പൂരിലെ NIA കോടതിയിലേക്ക് മാറ്റുകയാണെന്നും ദുർഗ് സെഷൻസ് കോടതി അറിയിച്ചു. മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടന്നിട്ടില്ലെന്നും ജോലി ചെയ്ത് ജീവിക്കാനായി ഭരണഘടന നൽകുന്ന അവകാശമാണ് യുവതികൾ ഉപയോഗിച്ചതെന്നും ജാമ്യാപേക്ഷയിൽ കന്യാസ്ത്രീകൾ ഉന്നയിച്ചിരുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കാതായതോടെ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. അതിനിടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി കോടതിക്ക് മുന്നിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ രംഗത്തെത്തി. കോടതി തീരുമാനം വന്നതിന് പിന്നാലെ കോടതിക്ക് മുന്നിൽ ഇവർ ആഹ്ലാദ പ്രകടനവും നടത്തി. कोर्ट को स्वर्णाधिकार नहीं है क्योंकि क्या होता है ये मामला NIA का बन रहा है, मानव तस्करी से संबंधित मामला है. इसका कोर्ट इसका कोर्ट अलग है, ये कोर्ट अलग है, ठीक है. इसकी ये कोर्ट को सुनने का अधिकार ही नहीं है. ये गलत जगह इन्होंने एप्लीकेशन मूव किया है. तो अभी पुलिस को आदेश किया गया कि 15 दिन पूरी जांच करेंगे और उसके बाद ये मामला NIA में जाएगा. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിപക്ഷം ഇന്നും പാർലമെന്റിൽ പ്രതിഷേധിച്ചു. വിഷയം KC വേണുഗോപാലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MPയും ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ചർച്ചയില്ലെന്ന് ഭരണപക്ഷം അറിയിക്കുകയും ചെയ്തു. രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ തടസ്സപ്പെട്ടു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് പുറത്തും പ്രതിഷേധം നടന്നു. We are demanding an end to this kind of atrocity against minorities. It is not fair at all. These are also ladies. There were 2 or 3 ladies with another bunch of ladies. They should not be manhandled and treated like this. And you cannot just accuse people of things that they are not doing. 5 ദിവസം മുമ്പാണ് ഛത്തീസ്ഗഡിൽ വെച്ച് മലയാളികളായ കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുന്നത്. സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസ്, പ്രീതി മേരി എന്നിവരെ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ചാണ് ജയിലിലടച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. രാജ്ഭവനിലേക്ക് കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധ നടത്തം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലാക്കപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്ക് കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധ നടത്തം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് KPCC ആസ്ഥാനത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ നടത്തം ഉദ്ഘാടനം ചെയ്തത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, PC വിഷ്ണുനാഥ് MLA, ഷാഫി പറമ്പിൽ MP എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. BJP സർക്കാരിന്റെ പിന്തുണയോടെ ക്രിമിനലുകൾ രാജ്യം ഭരിക്കുന്നുവെന്ന് VD സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി കേരളത്തിന്റെ പ്രതിഷേധം ഗവർണർ അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അറിയിക്കണം എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അറിയിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെ പ്രധാനമന്ത്രിയെയും അറിയിക്കാൻ ഇനിയും വൈകരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത് കേരളത്തിന്റെ പ്രതിഷേധമായി നമ്മൾ മാറ്റും. ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ അവരെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ കൂടെ ഉണ്ടാകും. വർഗീയ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് BJPയുടെയും RSSന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. BJPയും RSSും ചേർന്ന് ഇത് ഒരു വർഗീയ കലാപമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുന്നു. പലരും പറയുന്നില്ല പേടിച്ച്. ഇന്ന് ന്യൂനപക്ഷങ്ങൾ പേടിയിലാണ്. പ്രതിഷേധത്തിനിടെ KC ജോസഫ് കുഴഞ്ഞു വീണു. അദ്ദേഹത്തെ ഉടൻ തന്നെ ഷാഫി പറമ്പിൽ MPയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കന്യാസ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. സീറോ മലബാർ, മലങ്കര, ലത്തീൻ സഭകൾ സംയുക്തമായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും രാജ്ഭവനിലേക്കാണ് മാർച്ച് നടത്തിയത്. സന്യാസിനിമാർ മതേതര ഭാരതത്തിന്റെ അഭിമാനം എന്നും ആർഷഭാരതത്തിന് അവിഭാജ്യ ഘടകമാണെന്നും മലങ്കര കാത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമിസ് ബാവ പറഞ്ഞു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും അവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കേന്ദ്ര സർക്കാർ. തലസ്ഥാനമായ സനായിൽ നടന്ന ഉന്നതതല യോഗത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടായതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. വൈകാരിക പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ തെറ്റായ വിവരങ്ങളും ഊഹാപോഹങ്ങളും ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ANI റിപ്പോർട്ട് ചെയ്തു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഓർമ്മ പുതുക്കി നാട്. ഉരുൾ കവർന്നെടുത്തവരുടെ ഫോട്ടോകൾ പതിപ്പിച്ച സ്മൃതി കൂടാരത്തിൽ ആയിരങ്ങൾ പുഷ്പാർച്ചന നടത്തി. സർവ്വമത പ്രാർത്ഥനയിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു. ഒറ്റ രാത്രി കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായവർ. അനാഥത്വത്തിന്റെ ഒരു വർഷം. പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കൈയെയും തകർത്ത് പുന്നപ്പുഴ കുത്തിയൊലിച്ച് ചാലിയാറിലേക്ക്. ദുരന്തഭൂമിയിൽ ജീവൻ പൊലിഞ്ഞവരെ അടക്കം ചെയ്ത ഹൃദയഭൂമിയിൽ കുടീരങ്ങൾക്ക് മുന്നിൽ ഒരു നാട് വിങ്ങലോടെ കൈകൂപ്പി നിന്നു. പൂക്കളും മിഠായികളും കളിപ്പാട്ടങ്ങളും അർപ്പിച്ചവർ ഹൃദയം നുറുങ്ങുന്ന വേദന ഉള്ളിലൊതുക്കി പുഷ്പങ്ങൾ അർപ്പിച്ചു. മരണമടഞ്ഞ 298 പേരുടെ ഫോട്ടോകൾക്ക് മുന്നിൽ പ്രിയപ്പെട്ടവരെ തിരയുന്നവർ കണ്ണീർ കാഴ്ചയായി. പ്രാർത്ഥനകളും പുഷ്പാർച്ചനകളുമായി അതിരാവിലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടവർ ഒഴുകിയെത്തി. കലണ്ടർ വർഷങ്ങൾ മാറുമ്പോഴും ജൂലൈ 30 ഒരു തീരാനോവായി ഒരു നാടിന്റെ ഇടനെഞ്ചിലുണ്ടാകും. സർവമത പ്രാർത്ഥനകൾക്കു ശേഷം നടന്ന പുഷ്പാർച്ചനയിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, വയനാട്.
മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണമടഞ്ഞവർക്കായി പ്രാർത്ഥനായജ്ഞം നടത്തി മാതാ അമൃതാനന്ദമയി മഠം. ദുരന്തത്തിന്റെ ഓർമ്മദിനത്തിൽ ദുരന്ത അതിജീവിതരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചാണ് മേപ്പാടി മഠത്തിൽ പ്രാർത്ഥനായജ്ഞം നടത്തിയത്. മരണപ്പെട്ടവരുടെ ബന്ധുക്കളും പ്രാർത്ഥനകളിൽ പങ്കാളികളായി. മൃത്യുഞ്ജയ ഹോമവും തിലഹോമവും ഭജനയും സത്സംഗവും ധ്യാനവും നടന്നു. മേപ്പാടി ആശ്രമം മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുവൈറ്റിൽ വിസ കച്ചവടം ഉൾപ്പെടെയുള്ള മനുഷ്യക്കടത്ത് കുറ്റകൃത്യങ്ങളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുക ദേശീയ ഉത്തരവാദിത്തമാണെന്ന് കുവൈറ്റ് നീതിന്യായ മന്ത്രിയും മനുഷ്യക്കടത്ത് വിരുദ്ധ ദേശീയ സമിതിയുടെ ചെയർമാനുമായ നാസർ അൽ സുമൈത്ത് ആഗോള മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വിസ കച്ചവടവും മനുഷ്യക്കടത്തും തടയുന്നതിനായി സ്ഥിരം ദേശീയ സമിതി പ്രവർത്തിക്കുന്ന രാജ്യമാണ് കുവൈറ്റ്. അന്താരാഷ്ട്ര പരിവർത്തനങ്ങൾക്കും ഡിജിറ്റൽ വെല്ലുവിളികൾക്കും അനുസൃതമായി അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ഈ കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിനുള്ള ഉപകരണങ്ങൾ കുവൈറ്റ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുവൈറ്റിൽ സിവിൽ ID കാർഡുകളിൽ വ്യക്തികളുടെ സ്വകാര്യ ഫോട്ടോ ചേർക്കാനും അവ അപ്ഡേറ്റ് ചെയ്യാനും അനുവദിക്കുന്ന പുതിയ സേവനം സാഹിൽ ആപ്പ് വഴി ആരംഭിച്ചു. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ എല്ലാ സ്വദേശികൾക്കും പ്രവാസികൾക്കും ഈ സേവനം ലഭ്യമാകും. നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും ഇടപാടുകൾ വേഗത്തിലാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ സേവനം ആരംഭിച്ചത്. സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാതെ തന്നെ ഉപയോക്താക്കൾക്ക് ഇപ്പോൾ ഇലക്ട്രോണിക്കായി ഈ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും. ഈ സേവനം അവലോകനത്തിനും പരിശോധനകൾക്കും വിധേയമായിരിക്കുമെന്നും അപേക്ഷ പ്രോസസ് ചെയ്തു കഴിഞ്ഞാൽ ഉപയോക്താക്കളെ അറിയിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സൗദിയുടെ അതിർത്തി പ്രദേശമായ ജിസാനിൽ നിന്ന് 150 കിലോമീറ്റർ പടിഞ്ഞാറു മാറി ദക്ഷിണ ചെങ്കടലിൽ റിക്ടർ സ്കെയിലിൽ 4.68 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായതായി സൗദി ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ദേശീയ ഭൂകമ്പ നിരീക്ഷണ ശൃംഖലയുടെ സ്റ്റേഷനുകൾ വഴി ഭൂകമ്പം രേഖപ്പെടുത്തി. സൗദി അതിർത്തികളിൽ നിന്നും ജനവാസ മേഖലയിൽ നിന്നും വളരെ അകലെയാണ് ഭൂകമ്പമുണ്ടായത്. അതുകൊണ്ട് ഇത് അപകടകരമല്ലെന്ന് സൗദി ജിയോളജിക്കൽ സർവേ വക്താവ് അറിയിച്ചു. സൗദി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കോഡ് സംഘടിപ്പിച്ച സൗദി ഗെയിം ചാമ്പ്യൻസ് മേള സമാപിച്ചു. ഗെയിം നിർമ്മാണ സ്റ്റുഡിയോകളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം രാജ്യത്ത് സൃഷ്ടിച്ചെടുക്കുകയെന്നതായിരുന്നു 9 മാസത്തോളം നീണ്ടുനിന്ന മേളയുടെ ഉദ്ദേശം. പരിപാടിയിൽ 25 സൗദി ഗെയിം സ്റ്റുഡിയോകൾ പങ്കെടുത്തു. 180 മണിക്കൂറിലധികം പ്രത്യേക വർക്ക്ഷോപ്പുകളും 1500 മണിക്കൂറിലധികം നീണ്ട മറ്റു പരിശീലനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി. കുവൈറ്റ് ഓയിൽ കമ്പനി പുതിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവിലെ വിജയികളുടെ അന്തിമ പട്ടിക പുറത്തുവിട്ടു. ജിയോളജി, പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്നിവയിൽ ബിരുദമുള്ള പുരുഷ അപേക്ഷകരെയും സാങ്കേതിക വിഷയങ്ങളിൽ ഡിപ്ലോമയുള്ളവരെയും ലക്ഷ്യമിട്ടായിരുന്നു ഈ റിക്രൂട്ട്മെന്റ്. 2024 KOC മൊത്തം 151 ജീവനക്കാരെയാണ് നിയമിച്ചത്. ഇതിൽ 72 പേർ പുതിയ സ്വദേശി ബിരുദധാരികളും 51 പേർ പരിചയസമ്പന്നരായ സ്വദേശി പ്രൊഫഷണലുകളും 28 പേർ വിദേശി ജീവനക്കാരുമാണ്. ഇതോടെ മെഡിക്കൽ, നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ KOCയുടെ മൊത്തം ജീവനക്കാരുടെ എണ്ണം 11,449 ഉയർന്നു. നിലവിൽ കമ്പനിയുടെ മൊത്തം ജീവനക്കാരിൽ 87.85% സ്വദേശികളാണ്. കൂടാതെ 2025 മാർച്ച് മാസത്തിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പ്രകാരം സ്വദേശി കരാർ തൊഴിലാളികളുടെ എണ്ണം 22.68%. സ്വദേശീവൽക്കരണം ശക്തമാക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കുവൈറ്റിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച സാമൂഹിക പ്രവർത്തകൻ MB എന്ന പേരുള്ളയാൾക്ക് 3 വർഷം കഠിന തടവ് ശിക്ഷയ്ക്ക് ശേഷം നാടുകടത്തൽ വിധിച്ച് ക്രിമിനൽ കോടതി. കൗൺസിലർ നൈഫ് അൽ ദഹൂം അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്ന കുറ്റത്തിനാണ് ശിക്ഷ. വാർത്തകൾ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്കും അന്തസ്സിനും കോട്ടം വരുത്തുന്ന ഉള്ളടക്കമുള്ളവ പ്രചരിപ്പിക്കുമ്പോൾ അതീവ ശ്രദ്ധയും സൂക്ഷ്മ പരിശോധനയും ആവശ്യമാണെന്ന് വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കി. എന്നാൽ പ്രതി ഈ പരിധികൾ ലംഘിച്ച് കുവൈത്തിനെതിരെ പൊതുജനാഭിപ്രായം വിടാൻ ഉദ്ദേശിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. മുൻ ജിദ്ദ പ്രവാസിയും UAEയിൽ ബിസിനസ്സുകാരനുമായ ഹംസ പൊന്മള രചിച്ച ലോക്ക്ഡൌൺ എന്ന മലയാളം നോവലിന്റെ തമിഴ് പരിഭാഷ കോയമ്പത്തൂർ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. കോവിഡ് പശ്ചാത്തലത്തിൽ രചിച്ച ലോക്ക്ഡൌൺ ഹംസ പൊന്മളയുടെ ആദ്യ നോവലാണ്. പ്രസിദ്ധ തമിഴ് എഴുത്തുകാരൻ A. കരീം പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ N. സെൽവരാജൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. എഴുത്തിന്റെ ലോകത്തേക്ക് അപ്രതീക്ഷിതമായി കടന്നുവന്നയാളാണ് ഹംസ പൊന്മള.
ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം സംസ്കരിച്ചു. 10 വയസ്സുകാരിയായ മകളാണ് ചിതയിൽ തീ പകർന്നത്. കൊല്ലം തേവലക്കരയിലുള്ള വീട്ടുവളപ്പിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് വീട്ടിലെത്തിച്ചത്. ഭർത്താവ് സതീഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 9 പുലർച്ചെയാണ് അതുല്യയെ ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയും ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറുമായ സതീഷിനെതിരെ അതുല്യയുടെ വീട്ടുകാർ പീഡനമാരോപിച്ച് പരാതി നൽകിയിരുന്നു. സതീഷ് മർദ്ദിക്കുന്ന വീഡിയോകളും അതുല്യയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. കരുനാപ്പള്ളി ACP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ 8-അംഗ സംഘത്തിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്ന് ഷാർജ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഫോറൻസിക് പരിശോധനാ ഫലം അതുല്യയുടെ ഷാർജയിലുള്ള സഹോദരി അഖില ഗോകുലിന് കഴിഞ്ഞ ദിവസം ലഭിച്ചു. പ്രതിയും ഭർത്താവുമായ സതീഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കരുനാപ്പള്ളി ACP അഞ്ജലി ഭാവന പറഞ്ഞു. പുലർച്ചെ 4 മണിയോടെയാണ് അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മണിയോടെ വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം സംസ്കാരം നടന്നു. അമൃത ന്യൂസ്, കൊല്ലം. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവും ഭർതൃമാതാവും അറസ്റ്റിൽ. വെള്ളാങ്ങല്ലൂർ കരുമാത്ര നൌഫലിന്റെ ഭാര്യ ഫസീലയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. ഭർതൃപീഡനമാണ് മരണത്തിന് കാരണമെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഗാർഹിക പീഡനം മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്ന യുവതിയുടെ വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നൌഫലിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർതൃമാതാവ് ഉപദ്രവിച്ചിരുന്നുവെന്നുമുള്ള യുവതിയുടെ വാട്സപ്പ് സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. തുടർന്നാണ് നൌഫലിന്റെ മാതാവ് റംലത്തിനെയും അറസ്റ്റ് ചെയ്തത്. 10 മാസം പ്രായമുള്ള കുട്ടിയുടെ അമ്മയുമാണ് ഫസീല. യുവതി മുൻപും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും ഭർത്താവ് നൌഫൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചതായും ഫസീലയുടെ ബന്ധുക്കൾ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പയ്യൻ വന്നിരുന്നു. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. കാരണം കുടുംബക്കാർ ഇത് കണ്ടപ്പോൾ ചോദിച്ചു എന്താണെന്നുള്ളത്. ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്നെ കുറയ്ക്ക് പിടിച്ചപ്പോൾ എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞു. ഇതാണ് അവൻ പറഞ്ഞ വാക്ക്. അതെന്താണ് പറ്റിയതെന്നൊന്നും നമുക്കറിയില്ല. പിന്നീട് അവൻ പറഞ്ഞു ഞാൻ ചവിട്ടിയിട്ടുണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞത് അവിടെ വെച്ച്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സെക്കീനയുടെയും മകളാണ് ഫസീല. ഫസീലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകി. അമൃത ന്യൂസ്, തൃശൂർ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ ഉടൻ നിയമിക്കണമെന്ന് സുപ്രീം കോടതി. നിയമനത്തിനായി ഗവർണറും സർക്കാരും യോജിച്ച് പ്രവർത്തിക്കണം. UGC ചട്ടങ്ങൾക്കനുസൃതമായി സ്ഥിരം VC നിയമനത്തിനുള്ള നടപടികൾ ഉടൻ തുടങ്ങണമെന്ന് നിർദ്ദേശിച്ച കോടതി വിദ്യാർത്ഥികൾ കഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകരുതെന്നും പറഞ്ഞു. സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ചാൻസലറായ ഗവർണർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ. VC നിയമനത്തിൽ അധികാര തർക്കമല്ല, സമവായമാണ് വേണ്ടതെന്ന് കോടതി പറഞ്ഞു. സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലർമാർ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിലാകുന്നത് വിദ്യാർത്ഥികളാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയം കലർത്താതെ വിദ്യാർത്ഥികൾക്കു വേണ്ടി പ്രശ്നം പരിഹരിക്കണം. സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുവരെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഗവർണർക്ക് പുതിയ വിജ്ഞാപനം ഇറക്കാമെന്നും സുപ്രീംകോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ JB പർഡിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അപ്പീൽ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി വന്നതിന് പിന്നാലെ VC നിയമനത്തിന് സർക്കാർ പാനൽ നൽകിയിരുന്നു. ഈ പാനൽ അംഗീകരിക്കാതെയാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ തർക്കത്തിന് അയവില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു വീണ്ടും ഇടപെട്ടെങ്കിലും സമവായമായില്ല. ഫോണിൽ സംസാരിച്ച മന്ത്രിയോട് രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ച് VC മോഹനൻ കുന്നുമ്മൽ. സർവകലാശാല ആസ്ഥാനത്തെത്തിയ VC മോഹനൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധവുമായി SFI രംഗത്ത് വന്നു. ഇതിനിടെ KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക VC-മാരെ നിയമിക്കാമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പുറത്തുപോയ VC-മാരെ നിയമിക്കാൻ നീക്കം നടത്തുകയാണ് ഗവർണർ. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ VC തർക്കം അനുദിനം മൂർച്ഛിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിലും പ്രശ്നം പരിഹരിക്കാനാകുന്നില്ല. ഇന്ന് VC മോഹനൻ കുന്നുമ്മലുമായി മന്ത്രി R ബിന്ദു ഫോണിലൂടെ സംസാരിച്ചെങ്കിലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ നിലനിർത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് VC.
എന്നാൽ സിൻഡിക്കേറ്റ് ആകട്ടെ സസ്പെൻഷൻ അംഗീകരിക്കില്ല എന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ രജിസ്ട്രാറുടെ പല ഫയലുകളും VC മടക്കി അയച്ചു. സസ്പെൻഷനുള്ള രജിസ്ട്രാർക്ക് ഫയൽ അയക്കാൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി KS അനിൽകുമാറിന്റെ ഫയലിംഗ് സംവിധാനം VC തടഞ്ഞുവച്ചിരിക്കുകയാണ്. ഇതിനിടെ ഇന്ന് സർവകലാശാലയിലെത്തിയ VC മോഹനൻ കുന്നുമ്മലിനെതിരെ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. കനത്ത പോലീസ് കാവലിലാണ് VC സർവകലാശാല ആസ്ഥാനത്തെത്തിയതും മടങ്ങിപ്പോയതും. പ്രതിഷേധം ശക്തമാക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. അതിനിടെ സർവകലാശാലകളിൽ സ്ഥിരം VCമാരെ നിയമിക്കുന്നതുവരെ താൽക്കാലിക VCമാർക്ക് തുടരാമെന്ന സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പുറത്തുപോയ VCമാരെ വീണ്ടും നിയമിക്കാൻ ഒരുങ്ങുകയാണ് ഗവർണർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോക ലെജൻഡ്സ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇന്ത്യ പിന്മാറി. പാകിസ്ഥാനുമായി നാളെ സെമി ഫൈനൽ പോരാട്ടം നടക്കാനിരിക്കെയാണ് ഇന്ത്യയുടെ പിന്മാറ്റം. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പ്രധാന സ്പോൺസറും പിന്മാറ്റ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ലീഗ് ഘട്ടത്തിലും പാകിസ്ഥാനുമായുള്ള മത്സരം ഇന്ത്യ ബഹിഷ്കരിച്ചു. ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാൻ ഫൈനലിലേക്ക് മുന്നേറും. രണ്ടാം സെമി ഫൈനലിൽ കളിക്കുന്ന ഓസ്ട്രേലിയ ചാമ്പ്യൻസോ ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻസോ ആയിരിക്കും ഫൈനലിൽ എതിരാളികൾ. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റിന് നാളെ ഓവലിൽ തുടക്കമാകും. പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. പരമ്പരയിൽ 2-1 മുന്നിലാണ് ഇംഗ്ലണ്ട്. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകും. 4ാം ടെസ്റ്റിൽ സമനില പൊരുതി നേടിയ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. നിർണായക 5ാം മത്സരം ഓവലിൽ നടക്കുമ്പോൾ ടീമിൽ അഴിച്ചുപണിയുണ്ടാകും. പരിക്കേറ്റ ഋഷഭിന് പകരം ധ്രുവ് ജുറൽ ടീമിലെത്തും. ബാറ്റിംഗിൽ മിഡിൽ ഓർഡർ കരുത്ത് കാണിക്കുന്നുണ്ട്. എങ്കിലും 3ാം നമ്പർ ബാറ്ററുടെ സ്ഥിരതയില്ലായ്മ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ടോപ്പ് ഓർഡറിൽ മാറ്റമുണ്ടാവില്ല എന്നാണ് സൂചന. ബുംറ കളിക്കില്ല എന്നാണ് റിപ്പോർട്ട്. 3 ടെസ്റ്റിലെ കളിക്കൂ എന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ നിർണായക മത്സരമായതിനാൽ ഓവലിലും ബുംറയെ പ്രതീക്ഷിക്കുന്നുണ്ട്. ബുംറ കളിക്കുന്നില്ല എങ്കിൽ ആകാശ് ദീപായിരിക്കും ടീമിലുണ്ടാകുക. അൻഷുൽ കമ്പോജിന് പകരം അരങ്ങേറ്റക്കാരൻ അർഷദീപ് സിംഗിനും ഷാദുൽ താക്കൂറിന് പകരം സ്പിന്നർ കുൽദീപ് യാദവിനും അവസരം ലഭിച്ചേക്കും. ടോസും പിച്ചും നിർണായകമാണ്. തുടക്കത്തിൽ ബാറ്റിംഗിന് അനുകൂലം. കളി അവസാന ദിവസങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സ്പിന്നർമാരെ പിന്തുണയ്ക്കും. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്പിന്നർ കുൽദീപ് യാദവിനെ കളത്തിൽ ഇറക്കിയേക്കും. പരമ്പരയിൽ 2-1 മുന്നിലുള്ള ഇംഗ്ലണ്ട് ജെയ്മി ഓവർട്ടനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിന് പരിക്കേറ്റതിനാൽ കളിക്കില്ല. ഒലി പോപ്പാണ് ഇംഗ്ലണ്ടിനെ നയിക്കുക. സ്പിന്നർ ലിയാം ഡോസണും അവസാന ടെസ്റ്റിൽ ഇല്ല. പകരം പേസർ ഗുസറ്റ്കിൻസൺ ടീമിലുണ്ട്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യയുടെ പ്രകടനം ഭേദപ്പെട്ടതാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ പൊരുതി തുടങ്ങിയെങ്കിലും 5 വിക്കറ്റിന് ഇംഗ്ലണ്ട് വിജയിച്ചിരുന്നു. എന്നാൽ 2ാം ടെസ്റ്റിൽ യുവനിരയുടെ കരുത്ത് കാട്ടി 336 റൺസിന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. 3ാം ടെസ്റ്റിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ വിജയം നഷ്ടമായി. 22 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. 4ാം ടെസ്റ്റിൽ കൂറ്റൻ സ്കോറും 1ാം ഇന്നിംഗ്സ് ലീഡും ഇംഗ്ലണ്ട് ഉയർത്തിയെങ്കിലും ഇന്ത്യൻ ബാറ്റിംഗ് നിര ചെറുത്തുനിന്ന് ലീഡ് നേടി. ബാറ്റർമാരുടെ മികച്ച പ്രകടനത്തിലാണ് വീരോചിതമായ സമനിലയിൽ അവസാനിച്ചത്. ഓവലിൽ വിജയത്തിനപ്പുറം ഇന്ത്യ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. വിജയിച്ച് പരമ്പര സമനിലയിലാക്കാനാകും ഇന്ത്യയുടെ ലക്ഷ്യം. അതേസമയം ഓവലിൽ കളിച്ച 17 ടെസ്റ്റുകളിൽ ഇന്ത്യക്ക് ജയിക്കാനായത് 2 എണ്ണത്തിൽ മാത്രമാണ്. 6 മത്സരങ്ങളിൽ ഇന്ത്യ തോറ്റു. 9 എണ്ണം സമനിലയിലായി. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. 2020 ബാറ്റർമാരുടെ ICC റാങ്കിങ്ങിൽ ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ 1ാം സ്ഥാനത്ത്. ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡിനെ പിന്തള്ളിയാണ് അഭിഷേക് 1ാമതെത്തിയത്. ഈ വിഭാഗത്തിലെ റാങ്കിങ്ങിൽ 1ാമതെത്തുന്ന 3ാമത്തെ ഇന്ത്യക്കാരനാണ് അഭിഷേക്. ഏഷ്യ കപ്പിൽ കളിക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് സഞ്ജു സാംസൺ. ദുബായിൽ കളിക്കാൻ കഴിയുന്നത് ആവേശകരമാണ്. അതിനായി കാത്തിരിക്കുകയാണെന്നും സഞ്ജു പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അണ്ടർ-19 വേൾഡ് കപ്പും ഏഷ്യ കപ്പും പിന്നെ IPL ഇവിടെ കളിക്കുമ്പോൾ തന്നെ സ്റ്റേഡിയമിൽ ഇറങ്ങുമ്പോൾ തന്നെ നാട്ടുകാരുടെ ആ ഒരു ചിയറും ആ ഒരു സന്തോഷവും കാണുന്നത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ മനസ്സിന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ കാത്തിരിക്കുന്നു ആ ദിവസം. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.